الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر ബഹുമാന്യ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ പടച്ചവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സൂറത്തുൽ അസ്ർ ഇതാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. നമ്മൾക്കെല്ലാവർക്കും ഹൃദിസ്ഥമായ, കാണാതെ പഠിച്ച വളരെ ചെറിയ സൂറത്ത്. ആ സൂറത്തിലുണ്ട് മനുഷ്യൻ്റെ വിജയത്തിന് നിദാനമായ കാര്യങ്ങളെല്ലാം. വൽ അസ്രി, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിലാണ്. അവിടെ ഒരു മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലല്ല, മനുഷ്യർ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരൊഴികെ. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്രി, സത്യം കൊണ്ട് കൽപ്പിക്കുകയും പരസ്പരം കൽപ്പിക്കുകയും അതുപോലെ തന്നെ ഉപദേശിക്കുകയും ചെയ്യുക. വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ട് ഉപദേശിക്കുകയും ചെയ്തവർ. ഇങ്ങനെയുള്ള 4 ഗുണങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ അത്തരക്കാരായ ആളുകളെല്ലാം വിജയിച്ചവരാണെന്നും അല്ലാത്തവർ പരാജയത്തിലാണെന്നുമാണ് ഖുർആൻ പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ദൃഢമായിരിക്കണം, ക്ലിയർ ആയിരിക്കണം, തെറ്റുവരാത്തതായിരിക്കണം. എന്നാൽ ആ വിശ്വാസത്തിനനുസരിച്ചുള്ള അമലുകളുമായിരിക്കണം ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ടത്. എന്നാൽ അത് 2 കാര്യങ്ങളും ക്ലിയർ ആകുന്നതോടുകൂടെ നമ്മളുടെ ഉത്തരവാദിത്വങ്ങൾ അവസാനിക്കുന്നില്ല. ആ വിശ്വസിച്ച വിശ്വാസം സ്വീകരിക്കാത്തവരും മനസ്സിലാക്കാത്തവരും അറിയാത്തവരും കേൾക്കാത്തവരും നിരവധി ആളുകളുണ്ട്. അവരോട് അത് എത്തിച്ചു കൊടുക്കുക എന്ന ഒരു ബാധ്യത നമുക്കുണ്ട്. അത് വളരെ ചെറിയ തലം മുതൽ ഇടത് കൈകൊണ്ട് ചായ കുടിക്കുന്നവനെ വലത് കൈകൊണ്ട് കുടിക്ക്, വെള്ളം കുടിക്കുന്നവനോട് വലത് കൈകൊണ്ട് കുടിക്ക് എന്ന് പറയുന്ന വളരെ ചെറിയ കാര്യങ്ങൾ മുതൽ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മരണശയ്യയിൽ കിടക്കുമ്പോൾ തന്നെ സന്ദർശിക്കാൻ വന്ന സഹോദരനോട് നിന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെയുള്ളത് ഉയർത്തുക എന്ന് പറയുന്നത് മരണശയ്യയിൽ കിടക്കുമ്പോഴാണ്. അത്ര ചെറിയ കാര്യം വരെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം ഉപദേശിക്കുക എന്നത് മക്കളാകട്ടെ, ഭാര്യയാകട്ടെ, കുടുംബമാകട്ടെ,
ഇനി ഭർത്താവിനോടും ഭാര്യയ്ക്ക് ആ നിലക്ക് കാര്യങ്ങൾ ഉപദേശിക്കാം. അങ്ങനെ സമൂഹത്തിൽ, കുടുംബത്തിൽ, പീടികയിൽ, കച്ചവടം ചെയ്ത എല്ലാ സ്ഥലങ്ങളിലും ആ നിലക്കുള്ള നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആ ഒരു ഉത്തരവാദിത്വമാണ്. മറ്റൊന്ന് സബർ, വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണിത്. ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുക. നമ്മളൊക്കെ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വളരെ ഏറെ ക്ഷമയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു നോക്കിയാൽ എന്തെല്ലാം കൊല്ലാപ്പുകളും വൃത്തികേടുകളുമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചും മുസ്ലിങ്ങളെ സംബന്ധിച്ചും ഇന്ത്യയിൽ മുസ്ലിങ്ങളെ അങ്ങേയറ്റം നിഷ്കാസനം ചെയ്യാൻ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. അവിടെയൊക്കെ തന്നെയും ക്ഷമ കൈക്കൊണ്ട് അതിനെ മുന്നേറാനാണ് നമ്മോട് കൽപ്പിക്കുന്നത്. പറഞ്ഞു, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ ഹത്ത ശൗകത യുശാഖുഹാ ഫയസ്ബിറു അലൈഹാ ഫയുകഫിറുല്ലാഹു ബിഹാ ഖതായാഹു. ഒരു മുഅ്മിനായ മനുഷ്യൻ, അയാൾക്ക് മാനസിക പ്രയാസം, ടെൻഷനുകള്, ദുഃഖങ്ങള്, ബുദ്ധിമുട്ടുകള്, കഷ്ടപ്പാടുകള് ഇവയൊന്നും വരികയില്ല. മിൻ നസബിൻ വലാ ഹസമിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ ഹത്ത ശൗകത, ഒരു കുപ്പിച്ചില്ല് തറക്കുന്നത്, ഒരു മുള്ള് തറക്കുന്നത് വരെ, യുശാഖുഹ, അത് അയാൾ കേൾക്കുന്നു, ഫയസ്ബിറു അലൈഹ, അങ്ങനെ അയാൾ ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുന്നുവെങ്കിൽ അള്ളാഹു അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും. എത്ര ക്ലിയർ ആണത്! ഈ ഖുതുബ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ആലോചിക്ക്. വ്യക്തിപരമായ നിരവധി പ്രശ്നങ്ങള്, രോഗങ്ങള്, മക്കളുടെ കാര്യങ്ങള്, കുടുംബത്തിലുള്ള വിഷയങ്ങള് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ വിചാരിക്കും നമുക്കേ ഉള്ളൂ. അല്ല, എല്ലാവർക്കും. ലോകത്ത് ഒരാൾക്ക് ഒരു കാര്യമാണെങ്കിൽ മറ്റൊരു മുഅ്മിനായ മനുഷ്യൻ മറ്റൊരു കാര്യമായിരിക്കും. നമ്മളതറിയില്ല. അയാളുടെ പാന്റും കോട്ടും ടൈയും കണ്ടാൽ വളരെ മാന്യനാണ്. പക്ഷേ അയാൾ കടിച്ചിറക്കുന്ന വേദനകളുടെ, നൊമ്പരങ്ങളുടെ അവസ്ഥ, അതിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ നമുക്ക് മനസ്സിലാവും, പടച്ചവനെ എൻ്റെ ഒന്നുമില്ല റബ്ബേ എന്ന് പറഞ്ഞു വന്നത്. അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ക്ഷമ കൈക്കൊള്ളേണ്ടി വരും. ഇനി ദഅവത്തുമായി പ്രത്യേകിച്ച് ഞാൻ സൂചിപ്പിച്ചല്ലോ, നമ്മളുടെ നാട്ടിൽ ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് ആ നിലക്ക് നിരവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരികയാണ് നമ്മൾ. അതുകൊണ്ട് മുഅ്മിനുകളായ ആളുകളോട് അല്ലാഹ് പറയുന്നു, ആ നിലക്ക് നിങ്ങൾ ക്ഷമ കൈക്കൊണ്ട് നിങ്ങൾ ദഅവത്തിന്റെ ആളുകളായി നിങ്ങൾ ക്ഷമയോടുകൂടി നീങ്ങുകയും ദീനും വിശ്വാസവും കൈവടിയാത്ത നിലയിൽ നിങ്ങൾ ജീവിക്കുകയും ചെയ്യുക. ഒരൊറ്റ ഹദീസ് കൂടി, അജബൻ ലി അംരിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യങ്ങളും അവന് നന്മയാണ്. തോന്നുന്നില്ല എല്ലാം നന്മയാണോ ചിന്തിക്കുന്നുണ്ട് നമ്മള്? എല്ലാം നന്മയാണ് എന്നിട്ട് പറഞ്ഞു അത് മുഅ്മിന് മാത്രമാണ്, വേറെ ആർക്കുമില്ല. എന്നിട്ട് നബി അത് വിശദീകരിക്കുന്നുണ്ട്. ഇൻ അസാബത്തുഹു സറാ, സന്തോഷമുള്ള എന്തെങ്കിലും ഗുണമുള്ള കാര്യം കിട്ടിയാൽ ശകറ അൽഹംദുലില്ലാഹ് വകാന ഖൈറല്ലോ, ഒന്ന് ഖൈറായി. വൈൻ അസാബത്തുഹു ദർറാ, എന്തെങ്കിലും പ്രയാസമുള്ള കാര്യം അവന് ബാധിച്ചാൽ സബറ, അവൻ ക്ഷമിക്കും, വകാന ഖൈറല്ലോ, അപ്പൊ അവന് ഖൈറായി. നോക്കുങ്ങളെ, അങ്ങനെയാണ് മുഅ്മിന്റെ അവസ്ഥ. സത്യവിശ്വാസികളായ നമ്മൾ ഈ ആയത്തെ, ആ സൂറത്തിന്റെ ആശയങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളാനും നല്ലവരായി ജീവിച്ച് മരിച്ചു പോകാനും ശ്രമിക്കുക. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അയ്യുഹന്നാസ് ഉസീകും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, വഇന്ന ഫിർഔന അലാ ഫിൽ അർളി വജഅല അഹ്ലഹാ ശിയഅൻ യസ്തദഇഫു ത്വാഇഫതൻ മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹീ നിസാഅഹും ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. ഫറോവ നാട്ടിൽ ഹുങ്ക് നടിച്ചു. എന്നിട്ട് അവിടെയുള്ള കഴിവുള്ള ആളുകളെ ഒരു വിഭാഗത്തെ അവൻ ദുർബലരാക്കി മാറ്റി പരസ്പരം തമ്മിലടിപ്പിച്ചു. എന്നിട്ട് യുദബ്ബിഹു അബ്നാഅഹും, അവരുടെ നേരെ അധികാരത്തിന്റെ ദണ്ട് പ്രയോഗിച്ച് ആൺമക്കളെ അറുകൊല ചെയ്തു.
വയസ്തഹീ നിസാഅഹും, പെണ്ണുങ്ങളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തു. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, എന്നാൽ അവൻ നാശകാരികളിൽപ്പെട്ടവരാണ്. ദീർഘകാലം കഴിഞ്ഞു? ദീർഘകാലം സാധിച്ചിട്ടുണ്ടോ? വനജഅലഹും അഇമ്മത്തൻ വനജഅലഹുൽ വാരിസീൻ, ആ മർദിദർക്ക് അല്ലാഹു ആ ധിക്കാരികളിൽ നിന്ന് രക്ഷ നൽകി. റബ്ബിനൊരു പണിയുള്ളതിന്, അള്ളാഹ്ക്കൊരു പണി അതിനില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പ്രകാരം നമ്മളായി ജീവിക്കുക, ശുദ്ധത, അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. പടച്ചോനെ, അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ, എന്താ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ. എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഉണ്ടാകും ചിലർ. എന്നാ പോരാ, ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുക. പടച്ചോനെ, ഞങ്ങളോട് കാരുണ്യം കാണിക്കാത്ത ആളുകളെ ഞങ്ങളെ മുകളിൽ അധികാരികളാക്കി നിർത്തരുതേ റബ്ബേ എന്ന് ദുആ ചെയ്യാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. ഓരോരുത്തരും ആലോചിക്കുക, ഈ പ്രാർത്ഥന നിരതമായ ജീവിതം നയിക്കുക. റബ്ബ് ഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഞെരുക്കത്തിന് ശേഷം ഒരു എളുപ്പം നൽകും. അത് ജീവിതത്തിലെ വൈയക്തിക വ്യക്തിപരമായ പ്രശ്നങ്ങളാകട്ടെ, കുടുംബമാകട്ടെ, മറ്റു പ്രശ്നങ്ങളാകട്ടെ, പരലോകത്ത് എന്തായാലും വന്ന് എളുപ്പം നൽകുമെന്ന് ഉറപ്പാണല്ലോ. അതേപോലെ തന്നെ സാമൂഹിക വിഷയങ്ങളാണെങ്കിലും അള്ളാഹ് അതിനൊരു പണിയില്ല. അതുകൊണ്ട് വതവക്കലു അലല്ലാഹ്, മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞതും അങ്ങനെയാണ്. നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കൂ, അവൻ നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന്. കരുണാവാദ്യായ തമ്പുരാൻ കൃത്യമായും അവനെ സൂക്ഷിച്ച് ജീവിച്ച് മരിച്ചു പോകുന്നതിൽ പെടാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ, ഞങ്ങളോട് കാരുണ്യം കാണിക്കാത്ത ആളുകളെ ഞങ്ങൾ അധികാരികളാക്കി മാറ്റി നീ ഞങ്ങളെ പ്രയാസപ്പെടുത്തരുത് തമ്പുരാനെ. ശത്രുക്കളുടെ സകലവിധ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, രോഗത്തിൽപ്പെട്ട് പ്രയാസപ്പെട്ട് പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരും അല്ലാത്തവരുമുണ്ട്. അവർക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ബഹുമാന്യനായ എം മുഹമ്മദ് മദനി ഹോസ്പിറ്റലിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് അള്ളാഹുവെ നീ ശിഫ നൽകുകയും എല്ലാവിധ ആശ്വാസവും പ്രദാനം ചെയ്യുകയും രോഗം പൂർണ്ണമായി ശിഫയാക്കി ആരോഗ്യം പ്രദാനം ചെയ്ത് നീ അനുഗ്രഹിക്കുകയും ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളെയും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين.